ഹായ് പ്രജിത്ത്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. യെസ്, എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കുഞ്ഞിമംഗലം എന്ന സ്ഥലത്താണ് വരുന്നത്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ് MRF ടയറിന്റെ പിലാത്ര ചുമട് താങ്ങിയിൽ MRF ടയറിന്റെ ഡീലറാണ്. അതെ അതെ. ഓക്കെ. യെസ്, അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? ഇന്ന് കുറച്ച് സ്റ്റാർസ് ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിന്റെ സകലകലാ വല്ലഭൻ ശ്രീ നെടുവേണി സാറിന്റെ ശബ്ദത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്ന? എല്ലാം എല്ലാം എത്രയോ കാലമായി ഞാൻ എൻ്റെ മോളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലടോ താൻ. എന്നിട്ട് താൻ എന്ത് നേടിയടോ നീലകണ്ഠ? തൻ്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റിയ ആ ചെലങ്കയിൽ ഓരോ മണികളും ആ കുട്ടിയുടെ എത്രയോ കാലത്തെ കണ്ണീര് കൊണ്ട് ഒപ്പിയെടുത്താണെന്നറിയോ തനിക്ക്? അറിയില്ല. അതറിയണമെങ്കിൽ ദേ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. നെക്സ്റ്റ് നമ്മുടെ അഭിനയകലയുടെ പെരുന്തച്ഛനായ തിലകൻ സാറിന്റെ ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. അർക്കാരമന്തവാരേശു ക്രിയതേ നാദിശോഭന. വിശന്നു വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞാഹാരം തരാൻ തയ്യാറായി ഈ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. കൈ നിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ്. ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. വരട്ടെ, നല്ലത് വരും. നമ്മുടെ മലയാള സിനിമയിൽ ശബ്ദം കൊണ്ട് ഉയരം കൊണ്ട് എന്നും മുൻപന്തിയിൽ ഒരു താരമാണ് ക്യാപ്റ്റൻ രാജു സാർ. അദ്ദേഹത്തിന്റെ അവസാനകാല ചിത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പവനായി 91. മാധവനുണ്ണി, എടോ തനിക്കും തന്റെ അനിയന്മാർക്കും വേണ്ടി ഞാൻ ഒരു ഗ്ലോറിഫൈസ് കൗണ്ടറിന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വരികയാണ്. കേൾക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ സുപ്പീരിയസും നാട് ഭരിക്കുന്ന മന്ത്രിയും ചുറ്റിലുണ്ട്. മമ്പടം ബാബിയുടെ ഡിക്ഷണറിയിലെ അസഭ്യവാക്കുകൾ തീർന്നാൽ ഓർമ്മപ്പെടുത്താൻ. എന്നാലും ഈ മാധവനുണ്ണിയുടെ കൂടെ എന്നും ഇലിയാസ് ഉണ്ടാവും. വരട്ടെ. വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ സിംഹഗർജനം അമരീഷ് പുരി സാറിന്റെ ശബ്ദം. अरे मिस्टर शिवाजी राव, अरे पहले अपने आंकड़े साफ करो, बात में बात करो. अरे तुम ऐसी बातें करके मुझे फंसाना चाहता हूँ? अरे नहीं, ऐसा नहीं हो सकता है. गोवर्धन सरकारी जंगलों में से आती है, उनमें कीड़े मकोड़े भी हो सकती है, चुपकले भी हो सकती है, हाथी भी हो सकता है, लेकिन उनमें जहर नहीं होता. ये लो, खा लो, कुत्ता कहेंगा. ഗോവർദ്ധൻ വിളിക്കുന്ന ആ സാധനം ഉണ്ടോ? അത് കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഹിന്ദി സിനിമയിലെ മറ്റൊരു ഗർജനം എന്നൊക്കെ പറയാം, എന്നാലും സുനിൽ ഷെട്ടി സാറിന്റെ ശബ്ദം. मर गई जब तुमने मुझे छोड़ा, मैं तो जीत गया, लेकिन मैं जिंदा रहा. हर पल हर लम्हा तुम्हें याद करके जिंदा रहा. अंजलि, तुम्हें मैं बहुत प्यार करता है ना. अंजलि, तुमसे मैं बहुत प्यार करता है ना. നെക്സ്റ്റ് ഓപ്പറേഷൻ ജാവ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഇർഷാദ് അതുപോലെ വിനായകൻ, അവർ രണ്ടുപേരുടെ ഒരു കോംബോ. 2 ബോയ്സ്. രാമനാഥ, വീഡിയോ ഡീറ്റെയിൽ ആയി പരിശോധിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിലുള്ളത് ജാനകിയാണെന്ന് അവര് പറയുന്നത്. അതെങ്ങനെ സാറേ അവളാകുന്നത്? ഇതവളല്ല സാറ്, എനിക്കറിയാം അവൾ ആരാണ് എന്താണെന്നൊക്കെ. ഏതോ പാമ്പിടിച്ച കൊച്ചിനെ പറ്റിച്ചുണ്ടാക്കിയ വീഡിയോ ആണിത്, വേറെ ആരല്ല. സ്വന്തം കൂട്ടുകാരൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. രാമനാഥന്റെ ഭാര്യയുടെ തുണ്ടറിങ്ങി ഞങ്ങളുടെയൊക്കെ ഗതികേട് ലോകത്തിന്റെ വൈറൽ സാറേ. ഇനിയും എന്തെങ്കിലും? ഇനി മതി, ഇനി പോരെ, എന്നെ കൊന്നിട്ടേ നിങ്ങൾ അടങ്ങുള്ളൂ എന്നാണ്.